2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും അണിയറ ഒരുക്കത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ നിർണായകമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. സംസ്ഥാനത്തെ 70% തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണം പിടിക്കണമെന്നും പ്രധാന കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും തിരിച്ചു പിടിക്കണമെന്നുമാണ് പാർട്ടിയുടെ തീരുമാനം. നിലവിൽ 14-ൽ 11 ജില്ലാ പഞ്ചായത്തുകളും ഇടതു മുന്നണിക്കൊപ്പമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ LDF-നൊപ്പവും മലപ്പുറം, എറണാകുളം, വയനാട് ജില്ലകളിൽ UDF-ഉമാണ് ഭരണത്തിലുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ അടക്കമുള്ള കോർപ്പറേഷനുകൾ LDF ഭരിക്കുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ UDF ആണ് ഭരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം പരമാവധി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതലാക്കാനാണ് UDF-ന്റെ തീരുമാനം. തലസ്ഥാനത്തടക്കമുള്ള കോർപ്പറേഷനുകൾ തിരിച്ചു പിടിക്കാനും തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. നിലവിൽ തിരുവനന്തപുരം K. മുരളീധരനും, കൊല്ലത്ത് VS ശിവകുമാറും, എറണാകുളത്ത് VD സതീശനും, തൃശൂർ റോജി M. ജോണും, കണ്ണൂർ K. സുധാകരൻ എന്നിവർക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. കാലങ്ങളായി CPM ഭരിക്കുന്ന തലസ്ഥാന ജില്ലകളിൽ ഇക്കുറി നേട്ടമുണ്ടാക്കണമെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. അതിനുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും പാർട്ടി തയ്യാറെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിൽ BJP-യുടെ സാന്നിധ്യമടക്കം ഗൗരവമായി വിലയിരുത്താനാണ് പാർട്ടിയുടെ തീരുമാനം. പല UDF വാർഡുകളും കൈവിട്ടു പോകുന്നത് സ്ഥാനാർത്ഥി നിർണയം മൂലമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നും വാർഡുകളിലേക്ക് പ്രാദേശിക പ്രവർത്തകർ ഇറങ്ങാത്തത് കൊണ്ടാണ് എന്നും കോൺഗ്രസ് വിലയിരുത്തി കഴിഞ്ഞു. ഉപരിപ്ലവമായ പ്രവർത്തനം കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന കാര്യം ചില പ്രാദേശിക നേതാക്കൾ നൽകുന്നുമുണ്ട്. നിലവിൽ പാർട്ടി പുനഃസംഘടന നടക്കാനിരിക്കെ DCC തലത്തിലടക്കം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇതുകൊണ്ട് തന്നെ പൂർണ്ണ തോതിലുള്ള തയ്യാറെടുപ്പുകൾ പുനഃസംഘടനയ്ക്ക് ശേഷമാകും ആരംഭിക്കുക. പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രചരണ പ്രവർത്തനങ്ങളും തീരുമാനിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാഥമിക കൂടിയാലോചനകളാവും ഇന്ന് നടക്കുക. താഴെത്തട്ടിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായ ഭിന്നതകൾ വേഗത്തിൽ പരിഷ്കരിക്കണമെന്നും ചേരിതിരിഞ്ഞു നിൽക്കുന്നവർക്ക് നേതാക്കൾ പിന്തുണ നൽകരുതെന്നും കർശന നിർദ്ദേശം പാർട്ടി നൽകിയേക്കാനും സാധ്യതയുണ്ട്. പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തങ്ങൾ അതത് ബ്ലോക്ക് നേതൃത്വങ്ങൾക്കായിരിക്കും നൽകുക. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ DCC തലത്തിൽ ഏകോപിപ്പിക്കാനും ആലോചനയുണ്ട്. ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ പരിഹരിക്കപ്പെടാതിരിക്കുന്ന തർക്കങ്ങൾ മാത്രമായിരിക്കും KPCC ഇടപെടലുണ്ടാവുക. ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജനം സംബന്ധിച്ചും മാനദണ്ഡങ്ങൾ രൂപീകരിച്ചേക്കും. ഏതെങ്കിലും വിഭാഗങ്ങളുടെയും നേതാക്കളുടെയും മാത്രം പ്രതിനിധിയായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ളവരെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് താഴെത്തട്ടിൽ നിന്നും ഉയരുന്ന അഭിപ്രായം. അതുകൊണ്ട് തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കാവും മറ്റ് മാനദണ്ഡങ്ങളില്ലാതെ സീറ്റ് നൽകുക. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ചെറുപ്പക്കാരെ കൂടുതൽ പരിഗണിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ജില്ലകളിൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കാനും നിർദ്ദേശം വന്നേക്കും. ജില്ലാ നേതൃത്വങ്ങൾ തികഞ്ഞ അവധാനതയോടെ കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സീറ്റ് വിഭജനം സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാക്കാനാകുമെന്നും നിർദ്ദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്.